പെൻസിലും പേപ്പറും പേനയൊക്കെ നമ്മൾ പഠിക്കാൻ തീരുമാനിച്ചു. ബാക്ക് ബെഞ്ചേഴ്സ് വിദ്യാർത്ഥികളുടെ ആവശ്യങ്ങൾ നിറവേറ്റാൻ പോകും. അതെ, അതിനുള്ള ഒരുക്കങ്ങൾ ഞങ്ങൾ നടത്തി കഴിഞ്ഞു. അതിനുള്ള സർവേ ആണിത്. നിങ്ങള് സീനിയേഴ്സിന് വേണമെങ്കിൽ എന്തെങ്കിലും ആവശ്യം, ഓ അതിന് നിങ്ങൾ സീനിയറും അല്ലല്ലോ, അതുക്കും മേലെയല്ലേ. ഓ അങ്ങനെ എന്തെങ്കിലും ആവശ്യം പറയണേ. ആവശ്യമുണ്ട്. നമ്മുടെ ലൈബ്രറിയിലെ പുസ്തകങ്ങളുണ്ടല്ലോ, ക്ലാസിക് ബുക്കുകൾ, അതിന് വാങ്ങിക്കുമ്പോഴത്തേക്കും കുറച്ചുകൂടെ കട്ടി കൂടിയത് വാങ്ങിക്കും. ഇപ്പൊ അത്യാവശ്യം കട്ടിയുള്ള പുസ്തകങ്ങളല്ലേ അവിടെ ഉള്ളത്. പിന്നെ ചില ചെറുകഥകളില്ലേ, ഒരുപാട് ചെറുകഥകൾ ഇപ്പൊ വരാറുണ്ടല്ലോ, അതിന് ക്രൈം, ഫയർ, മുത്തുച്ചിപ്പി എന്നും കൂടെ ഉൾപ്പെടുത്തണം. ഈ ആവശ്യങ്ങള് അത്ര നല്ലതല്ല. പിന്നെ പറ്റുമെന്ന് ചോദിച്ച സ്ഥിതിക്ക് ഞങ്ങൾ ഈ വിദ്യാർത്ഥികളുടെ ആവശ്യങ്ങൾ നിറവേറ്റിക്കൊണ്ടിരിക്കുന്ന ഈ സാഹചര്യത്തിൽ നടത്താൻ വേണ്ടി ശ്രമിക്കാം, അല്ലേ? പിന്നെ രവേട്ടനെ പോലെ ഒരാൾ പറയുമ്പോൾ നമ്മളത് നടപ്പിലാക്കണമല്ലോ. സീനിയർ ആണല്ലോ, അതൊക്കെ മേലല്ലേ. ശരി, സ്റ്റാർ ആവും. അപ്പൊ ബ്രിജേഷേ, എന്താണ് നിങ്ങളെ പ്രശ്നങ്ങൾ? പറ. പ്രശ്നങ്ങളെന്ന് പറഞ്ഞാൽ കുറേ ഉണ്ട്. ഏറ്റവും വലിയ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ മലയാളം സാറിൻ്റെ ക്ലാസ്സുകൾ വളരെ ബോറാണ്. അപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും? എന്ത് ചെയ്യാൻ പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ സാറിൻ്റെ ക്ലാസ്സുകൾ വെട്ടിക്കുറയ്ക്കണം. പറ്റുമോ? 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 പറ്റും. പറ്റുമോ? പറ്റും. പറ്റുമല്ലോ. പകരം സംഗീതത്തിൻ്റെ ക്ലാസ് പോവാം. ബ്രിജേഷേ കിട്ടോ? ക്ലാസ് വയ്ക്കാം. കിടന്നോ? അപ്പൊ എല്ലാവർക്കും പ്രശ്നങ്ങളുണ്ട്. പൊന്നു മോനെ, നമ്മൾക്ക് ഒരു കാര്യം ചെയ്യാം. ഈ എഴുതി തയ്യാറാക്കിയ നിവേദനം പ്രിൻസിപ്പൾ റൂമിൽ എത്തിക്കണം. പ്രിൻസിപ്പൾ അത് അംഗീകരിച്ച പിന്നെ പൊന്നളിയാ, നമ്മൾ ഒരു കാലത്ത് ഒരു കുട്ടികളും മറക്കൂല ഈ ക്യാമ്പസിൽ. എന്നെയും ഈ ഐഡിയ ഞാനാണ് കൊണ്ടുവന്നത്. ഇങ്ങനെ എന്തിനു കൂടെ കൂട്ടുന്നത്? എന്തിന്? എന്നെ കൂടെ ഇടറായി. അതെന്തിനെ? എന്നെ കൂടെ ഒന്ന് ഇടറായി. എൻ്റെ കൂടെ 24 മണിക്കൂർ നടക്കണല്ലേ. ഒരുത്തരം അംഗീകരിക്കണല്ലോ, എന്നെ കൂടെ ഒന്ന് ഇടറായി. ഒരുമിച്ച് നിൽക്കുവാണ്, അറിയാല്ല. അവസാനം വരെ എപ്പോഴും വേണം, കൂടെ വേണം, കൂടെ ഉണ്ടാവണം. ഉണ്ടാവും. അതെന്താ അവിടെ ഒരു ബഹളം കേൾക്കണം? ഭയങ്കര ബഹളമാണല്ലോ. അങ്ങോട്ട് വിടാം കേട്ടോ. ഇവിടെ പഠിപ്പിക്കാൻ ആരുമില്ലേ? പഠിപ്പിക്കാൻ ആരുമില്ലേ ഇവിടെ? പഠിപ്പിക്കാൻ ആരുമില്ലേ ഇവിടെ? ടീച്ചർ വന്നില്ലേ മോളെ? അറിയില്ല അങ്ങളെ. അങ്കിളിന്റെ മമ്മിയുടെ സഹോദരൻ കെട്ടിക്കാൻ സമയമായി. കാണുമ്പോ സൈലൻസ് പ്ലീസ്. പ്രിയപ്പെട്ട വിദ്യാർത്ഥിനി സുഹൃത്തുക്കളെ, ഇനി മുതൽ നമ്മുടെ ഈ കോളേജിൽ നിങ്ങൾക്ക് മറികടക്കാൻ പറ്റാത്ത എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ എന്നെ അറിയിക്കുക. എൻ്റെ ഫോൺ നമ്പർ ഞങ്ങൾ പറഞ്ഞ ഒന്ന് ശ്രദ്ധിച്ചു കേൾക്കൂ പ്ലീസ്. നിങ്ങളുടെ ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് അല്ലേ? അതെ, ഞങ്ങൾ നിങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടിയിട്ട് വന്നതാണ്. നാളെ മറ്റൊരു വീട്ടിൽ മരുമകളായിട്ട് പോകേണ്ട ആൾക്കാരാണ് നിങ്ങളൊക്കെ. ഇങ്ങനെ കിടന്ന് കൂവരുത് കേട്ടോ. പൂവൻകോഴി കൂവുന്ന പോലെ പടക്കോഴി കൂവേ തൊണ്ട പൊട്ടി ഇവിടെ നിൽക്കണ്ട, നല്ല വില പോകും. ഇതിങ്ങനെ പോയാൽ ശരിയാവില്ല. നമ്മൾ എല്ലാവരും കൂടി പോയാൽ നമ്മൾ എല്ലാവരും പോകും. ഒരു കാര്യം ചെയ്യും, ഞാൻ അതിലേ പോവാം. രവിട്ടൊന്നും ഇതിലേ വിട്ടോ. ഞാൻ ഇതുവഴി പോകണം. അല്ലാത്ത കൂലായി പോട്ടോ. ഒന്നിച്ച് പോയാൽ ശരിയാവില്ല. ഓ അങ്ങനെ ഇരിക്കും, ഞാൻ ഇതിലേ പോടേ. സാറേ, സാർ എന്താ പ്രതിഭേ? സാർ ഇവിടുത്തെ ഒരു സാറല്ലേ സാറേ? അവിടെ പുറം എത്തുമ്പോഴാണ് സാർ ഇവിടെ നിന്ന് വാഴയ്ക്ക് വളമിടുന്നത്. ആര് വാഴയ്ക്ക് വളം ഇട്ടുന്നത്? സാറേ, അവിടെ കുട്ടികളുടെ ക്ലാസ്സിൽ കിടന്ന് ഭയങ്കര ബഹളം. സാറിനൊരു ഉത്തരവാദിത്തം വേണ്ടി. സാർ ഇവിടെ നിന്ന് തിരിഞ്ഞു നിന്ന് എന്തോ കളിച്ചുകൊണ്ടിരിക്കുന്നത്? ഈ ക്ലാസ്സിൽ എന്തോ നോക്കിക്കൊണ്ടിരിക്കുന്നത്? ഞാൻ ടീച്ചറെ നോക്കിയൊക്കെ. ടീച്ചർ, എനിക്കൊരു സംശയമുണ്ടേ, ഈ ടീച്ചർ എങ്ങടാ പോയേ? സാറേ, വളരെ സ്നേഹമുള്ളതുകൊണ്ട് പറയാണ്. എന്താ പറ? സീൻ ഇപ്പൊ കോൺട്രയല്ല, അനക്കൊണ്ടായിട്ട് നിൽക്കുകയാണ്. നീ ആളെ പേടിപ്പില്ല, കാര്യം പറ പ്രതിഭേ. സാറിന്റെ ക്ലാസ് ഭയങ്കര ബോറെന്നാണ് കുട്ടികൾ പറയണത്. അതിപ്പോ അല്ലെങ്കിൽ എൻ്റെ ക്ലാസ് പോറല്ലേ, എപ്പോഴും ബഹളമല്ലേ? അതിൽ പുതുമുള്ള കാര്യം ഓട്ടണം. അവരെ ഒരു നിവേദനം എഴുതി ഞങ്ങൾക്ക് തന്നിട്ടുണ്ട്. ഞങ്ങൾ അതെല്ലാം കൂടെ കൊണ്ട് പ്രിൻസി ഏൽപ്പിക്കും. പ്രിൻസി അതിനൊക്കെ ആക്ഷൻ എടുക്കും. സാറിന്റെ ജോലി പോവും. ജോലി പോവോ? അപ്പൊ ഞാനെന്താ ചെയ്യാ? അപ്പോ സാറിന് എല്ലാത്തിനും ഒരു വികാരമേ ഉള്ളൂ. സാറിന്റെ ജോലി പോകുന്നു. ജോലി പോവോ? സാർ വിഷമിക്കണ്ട, നമുക്ക് പരിഹാരം ഉണ്ടാക്കാം. ബാ ടീച്ചർ പൊടിയിരിക്കും. ഈ കോളേജിൽ എല്ലാ കുട്ടികൾക്കും ടീച്ചറെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ എനിക്ക് തന്നെ ആണെങ്കിൽ ടീച്ചർ ക്ലാസ്സിലെടുക്കണമെങ്കിൽ എന്ത് രസാ. ക്ലാസ്സിൽ ശ്രദ്ധിക്കാൻ പറ്റില്ല, എന്നിട്ട് ഞാൻ അങ്ങനെ നോക്കിയിരിക്കും. സത്യം, ടീച്ചറാണ് ടീച്ചർ. താങ്ക് യു.
മമ്മൂന് ക്ലാസ് ഇല്ലേ ഇന്ന്? ക്ലാസ് ഉണ്ട് ടീച്ചറെ. ഞങ്ങള് കുട്ടികളുടെ എല്ലാവരുടെയും പ്രശ്നങ്ങളൊക്കെ പഠിച്ച് ഒരു പരിഹാരം കാണാൻ വേണ്ടി ഞങ്ങളൊരു സംഘടന ഉണ്ടാക്കിയിട്ടുണ്ട്. സംഘടനയോ? എത്ര പേരുടെ സംഘടന? 2 പേര്, ഞാനും പുറിഞ്ചു. നിങ്ങൾ എന്നോട് സംഘടനയോ? വേറെ കുട്ടികളുണ്ട്, പക്ഷെ അവരൊക്കെ ക്ലാസ്സിൽ കയറി. ടീച്ചർക്ക് എന്താ പ്രശ്നം ഉണ്ടേ പറയണേ, ഞങ്ങൾക്ക് പരിഹാരം കാണാൻ വേണ്ടിയിട്ടാണ്. എനിക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അത് ഞാൻ പറയേണ്ട അടുത്ത് പറഞ്ഞോളാം. മമ്മു ക്ലാസ്സിൽ പോ. ടീച്ചറെ എക്സ്ക്യൂസ് മീ, എനിക്കൊരു ഡൗട്ട് ഉണ്ട്. എന്റെ പൊന്ന് സാറേ, എനിക്ക് ക്ലാസ് ഉണ്ട്, എന്നെ വിട്. സൈലൻസ്. എന്തായി സാറിന്റെ കാര്യം? സാറിനെതിരെയുള്ള കേസ് ഞാൻ മാറ്റി കളഞ്ഞു. അതെന്തിന്? അതിനുള്ള എമൗണ്ട് സാർ തന്നിട്ടുണ്ട്. എടാ ഭയങ്കര. എന്ത് നിന്റെ മോൻ തുഞ്ചി അടിച്ചു പോലെ. ടീച്ചറുടെ അടുത്ത് ഏറ്റില്ല. ടീച്ചറെ അടുത്ത് ഏറ്റില്ല. മമ്മോ പെട്ടെന്ന് വരണേ, പ്രിൻസിപ്പളിനെ കൊണ്ട് കൊടുക്കണ്ടേ നിവേദനം.